കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത് ജന്തർ മന്ദർ, സോനം വാങ്ചുക്ക്, പിന്നെ അഭിജിത്ത് ദീപ് കെ, CJP, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള പ്രതിഷേധങ്ങൾക്കിടയിൽ ഈ നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പല രീതിയിലും സെലിബ്രിറ്റീസ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, അവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും. അപ്പോൾ ഇതിനകത്ത് ശരിക്കും എനിക്ക് തോന്നിയത് 4 തരത്തിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ഈ CJP പ്രൊട്ടസ്റ്റ്, അതായത് സ്റ്റുഡൻസ് നടത്തുന്ന അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്കും അവർ നേരിട്ട ബുദ്ധിമുട്ടുകൾക്കും ഒരു ഉത്തരം കിട്ടാൻ വേണ്ടി അവർ നടക്കുന്ന പ്രൊട്ടസ്റ്റിനെ മാത്രം അനുകൂലിക്കുന്ന ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CJP പ്രൊട്ടസ്റ്റ്, അതായത് അവിടെ നടക്കുന്ന സ്റ്റുഡൻസിൻ്റെ പ്രൊട്ടസ്റ്റിന് മേലെ വേറെ ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കുക, മറ്റേത് റദ്ദാക്കുക, മറിച്ചത് റദ്ദാക്കുക, വേറെ കുറേ സ്ലോഗൻസ് ഒക്കെ ഉണ്ടാകും, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെയും കൂടി സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ അതിന് മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അത് വേറൊരു വിഭാഗം. മൂന്നാമത്തെ വിഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റുഡൻസിൻ്റെ പ്രൊട്ടസ്റ്റിനെയും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ബാക്കി എല്ലാത്തരം മൊത്തത്തിലുള്ള പ്രൊട്ടസ്റ്റിനെ ഓപ്പോസ് ചെയ്യുന്ന ആൾക്കാർ. 4 എന്ന് പറയുന്നത് അവിടെയുള്ള സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റിനെ അംഗീകരിക്കുകയും, അതായത് സ്റ്റുഡൻസിൻ്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ നടത്തുന്ന പ്രതിഷേധത്തെ അംഗീകരിക്കുകയും, എന്നാൽ അതിന് പുറമെ അതിൻ്റെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റാൻ നടക്കുന്ന കുറേ കാര്യങ്ങളെ വിമർശിക്കുകയും അതുപോലെ തന്നെ അംഗീകരിക്കുകയും ചെയ്യാത്ത ആൻറ്റി നാഷണലിസ്റ്റ് അജണ്ടയെ കാണുന്ന ഒരു വിഭാഗം ആൾക്കാർ. ഞാൻ ഈ 4ാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിത് പറയണം തോന്നി. കാരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വെരി സിമ്പിളാണ്. അതായത് കുറേ ആൾക്കാർ കാണും. ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, ഇന്നലെ രാത്രി പേളിമാണി ഒരു പോസ്റ്റ് ഇടുന്നു. അപ്പോൾ അതിനെതിരെ ഒരുപാട് ആൾക്കാർ പിന്നെ അവൾ എന്നെ ബ്ലോക്ക് ചെയ്തു, എന്ത് ചെയ്തു. അത് പേളിമാനിൻ്റെ ഇഷ്ടം. പേളിമാണി ബ്ലോക്ക് ചെയ്തിട്ട് പേളിമാൻ പണ്ട് പറഞ്ഞാൽ പേളിമാനോട് സംസാരിക്കും. പക്ഷേ നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം കാര്യമാണ്. പേളിമാണിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. പല സെലിബ്രിറ്റികളും അതുപോലെയൊക്കെ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സൊക്കെ പറയുന്ന ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ പേളിമാണി പറഞ്ഞ അഭിപ്രായം ഒരു എന്താ പറയുക, തീവ്രവാദപരമായിട്ടോ അല്ലെങ്കിൽ പിന്നെ ഇവിടെയുള്ള സ്റ്റുഡൻസിനെതിരെ ഒന്നുമല്ല. അത് വായിച്ച് ഇംഗ്ലീഷ് അറിയാവുന്ന ഇംഗ്ലീഷിലാണ് ഇട്ടത്. അപ്പോൾ ഇംഗ്ലീഷ് അറിയാവുന്ന വായിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായി അതിലൊരു തെറ്റുമില്ല. കാരണം വെച്ചാൽ അത് അവരുടെ അഭിപ്രായം പറഞ്ഞു. അവർ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് എടുത്തു അതിനകത്ത്. അപ്പോൾ അതിനെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, പക്ഷേ അതിനെ അംഗീകരിക്കാനോ അംഗീകരിക്കാതിരിക്കാനോ നിങ്ങൾക്ക് ഇതുണ്ട്. പക്ഷേ അത് അധിക്ഷേപിക്കരുത്. അപ്പോൾ അധിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്, ഇത് ശരിയല്ല, അങ്ങനെയാണ്. പക്ഷേ ഇതേ ആൾക്കാരാണ്, ഈ പേളിമാണീനെ അധിക്ഷേപിക്കുന്ന ആൾക്കാർ വേറൊരു കാര്യം കൂടെ പറയുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ 3ാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാർ, അതായത് ഈ പ്രൊട്ടസ്റ്റിനെ മൊത്തത്തിൽ, അതായത് സ്റ്റുഡൻസിൻ്റെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി അവർ നടത്തുന്ന പ്രതിഷേധത്തിനെയും എതിർക്കുന്ന ആൾക്കാർ, പ്രതിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ ഒരു കോർണറിൽ നിർത്തുന്ന കാര്യമുണ്ട്. അവർ സംസാരിക്കുന്ന രീതിയിലാണ് നിങ്ങളും സംസാരിക്കുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളും അവരും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അതായത് നിങ്ങൾ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ശരിയായ കോസിന് വേണ്ടിയിട്ടുള്ള ശരിയായ ആൾക്കാരെ മാത്രം സപ്പോർട്ട് ചെയ്യുക, അല്ലാതെ തോന്നിയാസം വിളിച്ചറിയുക.